ഡോക്ടറെ, ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ കൊഴുപ്പടുങ്ങി ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ആള് എത്രയും പെട്ടെന്ന് തട്ടിപ്പോവും എന്നുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? കൊളസ്ട്രോൾ കൂടിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് തട്ടിപ്പോവാനും തട്ടിപ്പോവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഷിത, നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടുള്ള ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. അപ്പൊ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, കൊളസ്ട്രോളിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഡോക്ടർ വിശദമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞുതരും. ഡോക്ടറെ പറയൂ, എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ വരുന്നത്? കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊളസ്ട്രോളിനെ നമ്മൾ പൊതുവെ ആയിട്ട് മൊയിനൊക്കെ പറയാറുണ്ട്, ചീത്ത കൊളസ്ട്രോൾ, LDL അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ എന്നുള്ള രീതിയിൽ അറിയണ്ടാവും മൊയിനൊക്കെ. ആര് ടെസ്റ്റ് ചെയ്താലും പൊതുവെ പറയും കൊളസ്ട്രോളിന്റെ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണുള്ളതെന്ന്. അപ്പൊ ആൾക്കാർക്ക് ധാരണ ഉണ്ട്, എന്താ വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ എന്താണ്, ഈ നല്ല കൊളസ്ട്രോൾ എന്താണ്, അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൂടിയാലാണോ പ്രശ്നം, നല്ല കൊളസ്ട്രോൾ കൂടിയാലാണോ പ്രശ്നം. പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ എന്താ വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ എപ്പോഴാണോ നമുക്ക് കൂടുതലായി വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്, സ്ട്രോക്ക് പോലെയുള്ളത്. അപ്പൊ അത്തരത്തില് ഈ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ HDL എന്നുള്ള കൊളസ്ട്രോളിനെ നമ്മൾ കൂടുതലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിനെ അതേപോലെ ഹൃദയത്തിനെയൊക്കെ സംരക്ഷിക്കാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഡോക്ടറെ, ഇപ്പൊ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഹൃദ്രോഗം അതിന് കാരണം കൊളസ്ട്രോൾ ആണ്? പ്രധാനമായിട്ടും മൊയിനൊക്കെ അതിനകത്ത് ഇന്നത്തെ ജീവിത ശൈലിയിൽ വരുന്ന ഒരു പ്രധാന കാരണമാണ്. കാരണം ഒന്നാമത് വ്യായാമമില്ലായ്മ. ഈ കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിന് തന്നെ ഏറ്റവും ഒരു പ്രധാന ഘടകം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, വ്യായാമം ഒട്ടും ഇല്ലാത്തൊരവസ്ഥ. കാരണം നമുക്കറിയാം ഇന്ന് ആളുകൾ രാവിലെ ഒന്നും ഒരു മോർണിംഗ് വാക്ക് ഒന്നുമില്ല. ആളുകൾ പലപ്പോഴും എന്താ വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരിക്കുക, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് മാത്രമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സ്റ്റെയർ കേസ് എന്ന് പോലും കയറില്ല. നമ്മൾ പലപ്പോഴും എന്താ ഉപയോഗിക്കുക, ലിഫ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു അടുത്തുള്ള ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ പോലും നമ്മൾ നടക്കില്ല. ഒന്നുകിൽ എല്ലാ വീടുകളിലും വാഹന സൗകര്യം ഉണ്ടാവും, അല്ലെങ്കിൽ 2 വീലറെങ്കിലും ഉണ്ടാവും. പണ്ടൊക്കെ സ്കൂളുകളിലേക്ക് കുട്ടികൾ കിലോമീറ്ററോളം നടന്നിരുന്നു. ഇന്നിപ്പോൾ അതുമില്ല. കാരണം കുട്ടികൾ വരെ വലിയവർ വരെ ആർക്കും ഇന്നില്ല യാതൊരു എക്സസൈസും ഇല്ല. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാന കാരണം. അപ്പൊ അതുമൂലം തന്നെ ഈ കൊളസ്ട്രോൾ ഹൈ ആയിട്ട് ഇത്തരത്തിൽ യാതൊരു എക്സസൈസുകളും, അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതി, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ട്രാൻസ് ഫാറ്റുകൾ നന്നായിട്ട് കഴിക്കുക, കാർബണൈസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, പഞ്ചസാര, അരിയാഹാരം, ഇതൊക്കെ ക്രമാതീതമായിട്ട് നമുക്കറിയാം. ഇന്ന് എപ്പോഴും ഫംഗ്ഷൻസ് ആണ്, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ഇല്ല. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കൊളസ്ട്രോൾ നന്നായിട്ട് ഹൈ ആക്കും. അപ്പൊ അത്തരത്തിൽ ഇന്ന് കൂടുതലായിട്ട് നമുക്കറിയാം യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ അവരിൽ ഇതിനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ കൊളസ്ട്രോൾ ഒക്കെ ജാസ്തി ആകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ പരിതാപകരമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഡോക്ടർ, അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ? ആക്ച്വലി ഈ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പൊതുവെ ഒരു ധാരണ ഉണ്ട്, കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ എന്തോ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്, പെട്ടെന്ന് ഓടിപ്പോയി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഈ ആഹാരക്രമം, ജീവിതശൈലി, വ്യായാമം, ഒരു കൃത്യമായിട്ട് ഒരു 45 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് നോർമൽ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ആർക്കൊക്കെയാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനം എന്ന് വെച്ചാൽ സ്ട്രോക്ക് പോലെയുള്ള ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ആർക്കെങ്കിലും സ്ട്രോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹൃദ്രോഗം മാതിരിയുള്ള ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത വരാൻ, അതുപോലെ തന്നെ നമ്മൾ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉള്ളവര്, അതുപോലെ വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ റിസ്ക് കൂടുതലുള്ളവരാണെങ്കിൽ അവർ കൊളസ്ട്രോളിന്റെ മരുന്നുകൾ പെട്ടെന്ന് കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു എക്സസൈസ് 45 മിനിറ്റ് വീതം ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കടികളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ, പഞ്ചസാരയുടെ ഉപയോഗം നന്നായിട്ട് ഒഴിവാക്കുക, അരിയാഹാരത്തിന്റെ അളവുകൾ നന്നായിട്ട് കുറയ്ക്കുക. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ പരിധിയിലാക്കാൻ നമുക്ക് സാധ്യമാവും. അപ്പൊ ഡോക്ടറെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇനി കഴിക്കാൻ പറ്റുന്നത് എന്താണ്? ഇതിനുള്ള ഹോം റെമഡി എന്താണ് ഡോക്ടർ? അതിനകത്ത് തന്നെ മൊയിനൊക്കെ ഞാൻ പറഞ്ഞില്ല, omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും ഈ omega-3 ഫാറ്റി ആസിഡ്സ് വാങ്ങാൻ കിട്ടുമോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കിട്ടുന്നത്? അതിൽ നമ്മുടെ നാടൻ മത്സ്യങ്ങളായിട്ടുള്ള ചൂര, അയില, മത്തി എന്നുള്ള മത്സ്യത്തിലൊക്കെ അത് നന്നായിട്ട് റിച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ്, ബദാം, വാൾനട്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുള്ള വാഴപ്പിണ്ടി, അതുപോലെ
എന്ന് പറയുന്ന സാധനം നമ്മുടെ വാഴയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ സാധനമൊക്കെ വളരെ നല്ലതാണ് കൊളസ്ട്രോളിന്. അതിനകത്ത് നമ്മുടെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, സലാഡ്സുകളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എക്സസൈസുകൾ കൃത്യമായിട്ട് ഒരു 45 മിനിറ്റ് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. ഒന്നുകിൽ നടക്കുക, അല്ലെങ്കിൽ നീന്തുക, ജോഗിങ്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ നന്നായിട്ട് നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കും, നമ്മുടെ ബോഡീനെ ഫിറ്റ് ആക്കാനും സഹായിക്കും. ഡോക്ടറെ, കഴിക്കാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ വന്നു. കഴിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? പിന്നെ ഇതുപോലെ തന്നെ ഇതിനുള്ള ഹോം റെമഡി എന്താണെന്നുള്ള. ഓക്കെ, നമ്മൾ പഴങ്ങളും പച്ചക്കറികളും സലാഡ്സുകളും നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ മോനുക. അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ വാഴപ്പിണ്ടി, നമ്മുടെ വാഴേൻ്റെ ഉള്ളിലുണ്ടാവുന്ന അതൊക്കെ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതേപോലെയാണ് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അത് നമ്മുടെ മത്സ്യങ്ങളിലാണ് കൂടുതലായിട്ട് കിട്ടുക. അതിനകത്ത് തന്നെ നമ്മുടെ നാടൻ മത്സ്യങ്ങളായ ചൂര, അയില, മത്തി, ഈ സാധനങ്ങളൊക്കെ കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതലായിട്ട് omega-3 ഫാറ്റി ആസിഡ്സിന് കിട്ടാൻ വേണ്ടി നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ നട്ട്സുകളാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട്, ബദാം തുടങ്ങിയവയൊക്കെ നമ്മുടെ കൊളസ്ട്രോൾ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. ഇനി അതേപോലെ നമുക്ക് ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ ആര്യവേപ്പില അരച്ചിട്ട് മോരിൽ കലക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതേപോലെ നമുക്ക് ഗ്രീൻ ടീ ദിവസവും രാവിലെയും വൈകിട്ടും കഴിക്കുക. അത് നന്നായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കും. കാരണം അതിനകത്ത് നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ നമ്മുടെ വാഴപ്പിണ്ടിയുടെ നീര് ദിവസവും രാവിലെ 1-2 ടീസ്പൂൺ എടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതും ഇത്തരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ നിഷിത ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ നിങ്ങൾ തട്ടിപ്പോവില്ലയോ എന്നുള്ളത്. സംഗതി എന്താ അറിയോ, ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ കൊളസ്ട്രോൾ എന്ന വില്ലനെ പിടിച്ചു കെട്ടാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഈ വക റെമഡീസ് നമുക്ക് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ ഓവറായി കഴിഞ്ഞാൽ ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടർ, ആ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കാനും നിങ്ങൾ മറക്കരുത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.